ദേശീയ ജനാധിപത്യ സർക്കാർ, മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ പരിപാടികളെല്ലാം തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുകയാണ് പലരും. ഇപ്പോൾ കോട്ടയത്ത് അത്ഭുതകരമായ റെയിൽവേ പദ്ധതികൾ, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, റെയിൽവേ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനാണോ കോട്ടയത്തുള്ള റെയിൽവേ സ്റ്റേഷൻ? ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ, ചങ്ങനാശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ, ഓരോ റെയിൽവേ സ്റ്റേഷൻ ചെന്ന് നോക്കണം. റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ മേഖലയിലും. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്ന വികസനം തങ്ങളുടെ അക്കൗണ്ടിൽ, ഇവിടെ മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒരു പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അരി കൊടുക്കുന്നു, സൗജന്യ റേഷൻ കൊടുക്കുന്നു. ആരാ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ കൊടുക്കുന്നതായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾ പലരും ധരിച്ചിരിക്കുന്ന അവർക്ക് കിട്ടുന്നത് കേരള സർക്കാർ, പിണറായി വിജയൻ കൊടുക്കുന്നു എന്നാണ്. പണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു സംഭവം ഉണ്ടായി, കോട്ടയത്ത് നടന്ന സംഭവമാണ്. എന്താ സംഭവം? തിരുനക്കര അമ്പലത്തിൽ ഒരാൾ ഒരു നേർച്ച നടന്നു. കാര്യം സാധിച്ചാൽ ഒരു കൊമ്പനാനയെ നടക്കി വച്ചേക്കാം എന്ന് നേർന്നു. കാര്യം നടന്നു, കൊമ്പനാനയെ നടക്കി വെച്ചു. ആ നടക്കി വെച്ച ആളിൻ്റെ അയൽവാസിയായ ഒരാൾ, എടാ ഇയാൾ ആനയെ നടക്കി വെച്ചാൽ നമ്മൾ അത് ശരിയല്ലല്ലോ, എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണമല്ലോ, ക്രെഡിറ്റ് അയക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ. എന്ത് ചെയ്തു? ആനയുടെ കഴുത്തിൽ വലിയൊരു തുടൽ വാങ്ങിയിട്ടു, ഒരു മണിയും കെട്ടി. എന്നിട്ട് ആ മണിയേൽ എഴുതി വെച്ചു, രാമേന്ദ്രൻ നായർ വക എന്ന് എഴുതി വെച്ചു. ആന എഴുന്നള്ളിച്ച് വരുമ്പോൾ കാണുന്നത് എന്താ? രാമേന്ദ്രൻ നായർ വക. ആൾക്കാർ വിചാരിച്ച് ആനയെ നടക്കി വെച്ചത് രാമേന്ദ്രൻ നായരാണെന്ന്. പക്ഷെ ആരാ നടക്കി വെച്ചത്? ക്രെഡിറ്റ് കിട്ടിയത് ആർക്കാ എന്ന് പറഞ്ഞ പോലുള്ള അഭ്യാസം അവിടെ നടക്കുന്നു. ഈ അഭ്യാസം അത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതം സൃഷ്ടിക്കും. മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദു ഭൂരിപക്ഷമുള്ള 60% ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു നിയോജക മണ്ഡലമാണ്. അങ്ങനെയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ ഈ കേരള കോൺഗ്രസ്സുകാരുടെ കയ്യിലേക്ക് നിയോജകമണ്ഡലം കൊടുക്കണമോ എന്നുള്ള ചോദ്യം ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം മോഡി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, അത്ഭുതകരമായ മാറ്റം ഈ രാജ്യത്ത് വരുത്തിയിട്ടുള്ള ആ മാറ്റങ്ങളും വിശദീകരിക്കാൻ കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, തുഷാർ വെള്ളാപ്പള്ളി ജയിക്കും. തുഷാർ ഉഷാറാണ്. ഭാരത് മാതാ കി ജയ്. അടുത്തതായി നമ്മുടെ NDAയുടെ കോട്ടയം ജില്ലയുടെ ചെയർമാൻ ശ്രീ ലിജിലാൽ അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലാ നിയോജക മണ്ഡലം NDAയുടെ കൺവെൻഷൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ആരാധനായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ മിസോറാം ഗവർണർ കൂടിയായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ, വേദിയിലും സദസ്സിലും ഉപേക്ഷയായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ കൺവെൻഷൻ ഇവിടെ വിജയിപ്പിക്കുന്നതിനെത്തിയിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വെള്ളാപ്പള്ളി വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെ സ്പർശിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ച് രാജ്യത്തെ ഒരു പുതിയ ഭാരതമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കുവാൻ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം കൂടി ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ
ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പങ്കാളികളാവണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നടപ്പിലാക്കിയത്. ഈ രാജ്യത്തെ ദേശീയപാതകളുടെ വികസനം നടക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ കോളേജുകളിലെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ, കൂടുതൽ എയിംസുകൾ അനുവദിക്കുമ്പോൾ, പുതിയ IITകൾ അനുവദിക്കുന്നു, രാജ്യത്തിൻ്റെ എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയാകുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാധാരണക്കാരെ കൈവിടാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വികസനം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയത്. ഇന്ന് എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരുകൾ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും രാഷ്ട്രീയത്തിനുമപ്പുറം ജാതിയും മതവും എല്ലാം കലർത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി പ്രതിനിധീകരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയെയാണ്. നരേന്ദ്രമോദി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, എൻ്റെ മുന്നിലുള്ള ജാതി എന്ന് പറയുന്നത് 4 ജാതികളാണ്. ആ 4 ജാതികളെന്ന് പറയുന്നത് യുവാക്കൾ, യുവതികൾ, കൃഷിക്കാർ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ പാവപ്പെട്ടവരാണ്. അതിനപ്പുറം ഒരു ജാതിയെ ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ജാതിയിൽ എല്ലാവർക്കും കൃത്യമായിട്ട് യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് യുവാക്കളെ നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു. മുദ്ര പദ്ധതികളിലൂടെ യുവാക്കളെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ യുവാക്കൾക്ക് വളരെ വിശാലമായ രീതിയിൽ അവരുടെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഭാരതമാക്കി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മഹിളാശക്തിക്ക് വേണ്ടിയിട്ട്, മഹിളകൾക്ക് വേണ്ടിയിട്ട് 100 കണക്കിന് പദ്ധതികളാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. കർഷകരെ ചേർത്ത് പിടിച്ച നരേന്ദ്രമോദി, ജയസൂര്യൻ ചേട്ടൻ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ കാർഷിക മേഖലയിലെ മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർഷകരെ എന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കോവിഡ് കാലഘട്ടം മുതൽ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ മെഡിസിനുകൾ വാങ്ങാൻ ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ 60-70% വിലക്കുറവിൽ മരുന്നുകൾ കൊടുക്കുന്നതുൾപ്പെടെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി പറഞ്ഞ ആ 4 ജാതിയിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണമാക്കി കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിൽ ആ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആ ജാതി സമൂഹത്തിന് വേണ്ടിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക്
അദ്ദേഹത്തെ ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ നദ്ദാജിയോ നേരിട്ട് വിളിക്കാൻ സാധിക്കുന്ന നമ്മുടെ ഘടകകക്ഷി, ഏറ്റവും വലിയൊരു ഘടകകക്ഷിയുടെ നേതാവും സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയെ കിട്ടിയത് നമുക്ക് ഏറ്റവും ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാലായിൽ നിറകൂടൻ തുളുമ്പട്ടെ വോട്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പാലായിലെ ഭൂരിപക്ഷം കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കുന്ന ഒരു വിജയിച്ച എം പി ആയിട്ട് നമ്മുടെ കേരളത്തിൽ എംപിമാരുണ്ടാകട്ടെ, എം പി ആയിട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കിയുടെ എക്സ്-MLA മാത്യു സ്റ്റീഫൻ അവരുടെ സ്വീകരിക്കലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലാ ഭരണങ്ങാനം മണ്ഡലം പ്രസിഡന്റുമാർ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി മാത്യു സ്റ്റീഫൻ എക്സ്-MLA അവരുടെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളും. ബഹുമാന്യനായ കുമ്മനം ചേട്ടൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി, ബഹുമാന്യനായ പത്മകുമാർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, NDAയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സ്നേഹിതരെ, ഞാൻ പല പ്രാവശ്യം വന്ന് നിന്നിട്ടുള്ളൊരു വേദിയാണ് പാലായിലെ ഈ വേദി. അന്ന് വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകളുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പ്രിയപ്പെട്ട ശ്രീ KM മാണിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇവിടെ പ്രവർത്തിച്ച സമയത്ത് ഈ പാലാ സെൻറ് തോമസ് കോളേജിൽ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി വന്നയാളാണ് ഞാൻ. അന്ന് ഉണ്ടായിരുന്ന ശക്തികൾ നിങ്ങൾക്കറിയാം. എല്ലാ മതത്തിൻ്റെയും ജാതിയുടെയും വ്യത്യസ്തമായ നിലയിലേക്ക് വേർതിരിവുകൾ ഉണ്ടാക്കി വിജയം കൊയ്തെടുക്കുവാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നുണ്ടായി. അത് പാരമ്പര്യമായിട്ട് തുടർന്നു. ഇന്ന് ആ സാഹചര്യം മുഴുവൻ മാറിയിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു, ഈ തലമുറയ്ക്ക് ബോധ്യം വന്നിരിക്കുന്നു, വരുന്ന തലമുറയ്ക്ക് ബോധ്യം വരും. ഇന്ന് ലോകം മുഴുവൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവാണ് മോദിജി. ഞാൻ പറഞ്ഞതല്ല, ലോകം മുഴുവൻ പറയുന്നു. അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും ജർമ്മൻകാരനും എല്ലാ രാജ്യത്തെയും പ്രധാനമന്ത്രിമാര് മോദിജി എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെയും ശക്തിയുടെയും പ്രതിരൂപമാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനേറെ നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആരാധ്യനായ നേതാവാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പ ഒരിക്കലും ആരെയും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് സ്നേഹചുംബനം കൊടുത്ത് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. റോമിൽ ചെന്ന മാർപ്പാപ്പായെ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം കൊണ്ട് അദ്ദേഹം മോദിയെ വരവേറ്റു. എന്താണ് മോദിക്ക് പ്രാധാന്യം ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നത്? ലോകത്തിലെ ഉണ്ടായിരിക്കുന്ന പുതിയ ദർശനമാണിത്. ഞാൻ ഇവിടെ മുമ്പ് സംസാരിച്ച നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടു. നമ്മളെ വെറും ഐസൊലേറ്റഡായി ഒറ്റപ്പെട്ട് ഒരു ദൈവന്റെ അകത്തിരിക്കുകയല്ല. ഇന്ന് ലോകത്തെവിടെയും നിങ്ങൾക്ക് ചെല്ലാം, എവിടെ ചെന്നാലും ചോദിക്കുന്നത്
ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദിജി, യുവർ പ്രൈം മിനിസ്റ്റർ മോദിജി, ഇന്ത്യ എൻ്റെ ദേശമാണ് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ നമ്മളുടെ ദേശമാണ് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാശ്മീരുകാരൻ അവിടെ നിന്നു, മറ്റുള്ളവർ ഇവിടെ നിന്നു. പക്ഷേ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും രാജ്യമാണ്. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, എൻ്റെയും നിങ്ങളുടെയും രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യൻ ദേശീയതയുടെ അതിൻ്റെ മഹത്വം എന്താണ് എന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് മോദിജിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ദേശീയതയുടെ മഹത്വം അമേരിക്കക്കാരന് പറയാൻ പോലും കഴിയില്ല, ഇംഗ്ലണ്ടുകാരന് പറയാൻ കഴിയില്ല, കാനഡക്കാരന് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും പറയാം, എൻ്റെ നേതാവാണ് മോദിജി. ഈ ഇരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ ജയിച്ചാൽ ഞാൻ അതിശയോക്തി ഒന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ബന്ധം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അയൽവക്കത്ത് നിങ്ങളുടെ സ്നേഹിതന്മാരെ ബന്ധുക്കള് ഇനിയുള്ള ഏതാണ്ട് 24 ദിവസം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഈ നാട് മുഴുവൻ ഇറങ്ങിത്തിരിക്കണം. തുഷാർ വെള്ളാപ്പള്ളി ജയിച്ചാൽ തുഷാർ വെള്ളാപ്പള്ളി ഇന്ത്യയിലെ ക്യാബിനറ്റില് മന്ത്രിമാരുടെ സഭയില് അംഗമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട. ഒരു വെറും അംഗമായിരിക്കുകയില്ല. ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വിനയത്തോടുകൂടി നിങ്ങളോട് പറയുകയാണ്, വെറും അംഗമായിരിക്കുകയില്ല. കോട്ടയം കണ്ട, പാലാ കണ്ട, ഈ ദേശം കണ്ട ഏറ്റവും കരുത്തനായൊരു നേതാവ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പ് ഒരാളും പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. മധ്യസ്ഥൻ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. ഞാൻ ആ തീരുമാനമെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ MP ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ, ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതാണ്. കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ എണ്ണപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി നമ്മൾ ആ പ്രദേശത്തെ മാറ്റുന്നു. കുമരകം ഉൾപ്പെടെ ഇന്ന് ലോക ജനത വന്നു ചേരുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്ന മേഖല അത് ടൂറിസമാണ്. കുട്ടനാട്, കുമരകം ഉൾപ്പെടെ, ഇലവീഴ, പൂഞ്ചിറ ഉൾപ്പെടെ 3 ലക്ഷം ആളുകളാണ് ഒരു ദിവസം അവിടെ വരുന്നത്. വരുന്ന 10 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ആ പ്രദേശം മാറും എന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചു. മോദിക്ക് വേണ്ടിയല്ല, ഇന്ത്യ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാർ, എനിക്കും നിങ്ങൾക്കും അപ്പം തരുന്ന പാവപ്പെട്ട കൃഷിക്കാർ, ആ കൃഷിക്കാരൻ്റെ ദുഃഖം മനസ്സിലേറ്റിയവനാണ് തുഷാർ. അദ്ദേഹം പറഞ്ഞ്, എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി റബ്ബറിന് 200 രൂപയെങ്കിലും വില ലഭ്യമാക്കുവാൻ വേണ്ടി പാവപ്പെട്ടവരായ നിങ്ങളോടൊപ്പം ബഹുമാന്യനായ തുഷാർ നിൽക്കും. 200 രൂപ വില എത്തണമെങ്കിൽ അതിന് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് നാണ്യ വിളകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ കുമ്മനച്ചേട്ടൻ ഇരിക്കുമ്പം ഞാൻ ഇത്രയും സംസാരിക്കാൻ ടൈം എടുക്കരുതായിരുന്നു എനിക്കറിയാം. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സാക്ഷി കുത്താകും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ.
തുഷാർ വെള്ളാപ്പള്ളി ജയിക്കണം. ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ്. ഞാൻ അടുത്ത 23-ാം തീയതി 24 ഇരുന്നത് വോട്ടിംഗും കഴിഞ്ഞായിരിക്കും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഞാൻ പോകേണ്ട മേഖലയിൽ നിന്ന് ഞാൻ പോകുന്നത്. ആരൊക്കെ കണക്ക് കൂട്ടട്ടെ, ആരൊക്കെ കണക്കുകൾ പറയട്ടെ, ആരൊക്കെ കണക്കുകൾ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഒരു മനസ്സോടുകൂടി നമ്മൾ ജോലി ചെയ്താൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തിൻ്റെ MP ആയി ഇന്ത്യൻ പാർലമെന്റിൽ മന്ത്രിയായിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും എന്ന സത്യം മറക്കരുത്. പക്ഷേ ചുമതല മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കമൊളിച്ച് ഈ വരുന്ന 25 ദിവസങ്ങളിൽ ഇതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറാവണം. ഇവിടെ ക്രിസ്ത്യാനിയില്ല, ഹിന്ദുവില്ല, മുസൽമാനില്ല. ഇവിടെയുള്ളത് മനുഷ്യനാണ്. മോദി ചെയ്ത കാര്യങ്ങളിലേക്ക് ഒക്കെ ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ നാടിന് വേണ്ടി, ഈ പ്രദേശത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൊടും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുമാന്യനായ സ്ഥാനാർത്ഥി തുഷാറിനെ ജയിപ്പിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. അടുത്തതായി NDAയുടെ പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ കേരളത്തിലെ അധസ്ഥിതരുടെയും പട്ടിണിക്കാരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉന്നമനത്തിനു വേണ്ടി നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിയ ശ്രീ കുമ്മനം രാജശേഖരൻ അവരുകളെ ഏറെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാരാധ്യരായിട്ടുള്ള NDAയുടെ നേതാക്കന്മാർ, ഇവിടെ ഈ ഹാളിൽ സന്നിധരായിരിക്കുന്ന അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും
പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒട്ടേറെ പരിവർത്തനങ്ങളും മാറ്റങ്ങളും വിപ്ലവങ്ങളും നടന്നിട്ടുള്ള, രാഷ്ട്രീയ രംഗത്ത് വലിയ കുതിച്ചു ചാട്ടങ്ങൾ നടത്തി ഏവരുടെയും ശ്രദ്ധ പിടിച്ചെടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്, ഒരു പ്രദേശമാണ് ഈ കോട്ടയം. അത് അക്ഷരനഗരി എന്നുള്ള നിലയ്ക്കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും വഴിത്തിരിവുണ്ടാക്കിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പും ഈ നാട്ടിലെ ജനങ്ങൾ നൽകാൻ പോകുന്ന ജനവിധിയും എല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പറയട്ടെ, തുഷാർ വെള്ളാപ്പള്ളിയുടെ എതിർ സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ്സുകാരാണ്. രണ്ടും കേരള കോൺഗ്രസ്സാണ്. കേരള കോൺഗ്രസ് എന്താ രണ്ടെണ്ണം? കേരള കോൺഗ്രസ് എന്ത് കൊണ്ടുണ്ടായി? കേരള കോൺഗ്രസ് ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? വളരെ പരമപ്രധാനമായ ചോദ്യമാണ് LDFൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥികളോട്. നിങ്ങളുടെ മുൻ തലമുറക്കാർ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകർ ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? അന്ന് KM ജോർജ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഒരു സ്ഥാനാർത്ഥി. ചാഴികാടൻ അറിയപ്പെടുന്ന അന്നത്തെ കേരള കോൺഗ്രസിൻ്റെ നേതാവാണ്. ഈ തലമുറയിൽപ്പെട്ട ഒരാളാണ് മറ്റൊരു സ്ഥാനാർത്ഥി. ഇവർ രണ്ടുപേരുടെയും പൂർവികർ, അവരൊക്കെ കൂടി ഉണ്ടാക്കിയ കേരള കോൺഗ്രസ് ഈ തലമുറയായപ്പോൾ എന്താ അവർ രണ്ടുപേരും ശത്രുപാളയത്തിൽ നിൽക്കുന്നു? രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. 1964 കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടി അന്ന് കൂടിയ രാഷ്ട്രീയ പ്രവർത്തകരുടെ യോഗത്തിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തോടു കൂടിയാണ് കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ, സാമൂഹ്യവിരുദ്ധ, രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമെതിരെ ഒരു ജനശക്തിയെ സ്വരൂപിക്കാൻ വേണ്ടിയാണ്. ആ രണ്ടു കൂട്ടരുടെയും പ്രവർത്തനം കണ്ടിട്ട് മനം മടുത്ത് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മറ്റ് പല ചിന്താഗതി വെച്ചു പുലർത്തിയവരിൽ നിന്നും ഒരുമിച്ച് കൂടിയ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണെന്ന് രൂപം കൊണ്ടത്. അത് ജനസമൂഹം അംഗീകരിച്ചു. അതുകൊണ്ടാണ് 25-26 സീറ്റുകൾ തന്നെ അടുത്ത മത്സരത്തിൽ കേരള കോൺഗ്രസിന് കിട്ടി. അതൊരു വലിയ ഒരു കേരള രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായിരുന്നു. വ്യക്തമായ ഉദ്ദേശമുണ്ടായി. കേരള കോൺഗ്രസ് രൂപീകരിച്ചത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ ഒരു പരിവർത്തന കാലഘട്ടമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ ചിന്തിക്കാൻ കഴിയുന്ന, കേരളത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തി ഉദയം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചതാണ്. ഞാൻ പറയുന്നു, ആ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെതിരെ ഇന്നൊരു രാഷ്ട്രീയ ശക്തി ഇവിടെ ഉണ്ടെങ്കിൽ അത് NDA മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാത്യു സ്റ്റീഫനെ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹം ഏതൊരു ആശയാദർശത്തിന് വേണ്ടിയാണോ കേരള കോൺഗ്രസ് രൂപീകരിച്ചത്, അതേ ആശയാദർശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തോടൊപ്പം ഇവിടെ നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായ നിമിഷമാണ്. ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. അന്ന് ഉയർന്നിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മന്നത്തിൻ്റെ പടക്കുതിര ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്, പിടിച്ചു കെട്ടാൻ കയറുണ്ടോ, ശങ്കരമാധവ ഗോവിന്ദ. ഈ ശങ്കരമാധവ ഗോവിന്ദന്മാരാരാണ്? ശങ്കരൻ EMS നമ്പൂതിരിപ്പാടാണ്. ശങ്കരൻ മാധവൻ KP മാധവൻ നായർ അന്നത്തെ KPCC പ്രസിഡന്റാണ്. ഗോവിന്ദ പനമ്പള്ളി ഗോവിന്ദനാണ്. അപ്പം കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒരു ചോദ്യമാണ്, അന്ന് കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ചോദ്യമാണ്, അന്ന് മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാത്മാക്കൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. അന്ന് കേരള കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ രൂപം കൊണ്ട ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ച മുദ്രാവാക്യമാണ്. ഞാനന്നൊരു വിദ്യാർത്ഥിയാണ്.
ഞാൻ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് നടന്ന ഏറ്റവും വലിയൊരു ശക്തി പ്രകടനം അന്നുണ്ടായിട്ടുണ്ട് കോട്ടയം തിരുനക്കര മൈതാനത്ത്. അന്ന് കൂടിയ യോഗത്തിൽ അന്ന് KM ജോർജ് പ്രസംഗിച്ചിട്ടുണ്ട്, KM മാണി പ്രസംഗിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എതിരായിട്ടാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ ഇന്ന് പറയാൻ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം രാഷ്ട്രീയപരമായ പാപ്പരത്വം സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയപരമായി അവർ വിനാശകരമായ ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു. അവർക്ക് ആശയവുമില്ല, ആദർശവുമില്ല. കേരള കോൺഗ്രസിൻ്റെ ജന്മദൗത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതോടൊപ്പം നിൽക്കാൻ കഴിയാതെ അവർ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ദൗത്യം, ജന്മദൗത്യം, അതിൻ്റെ വിശാലമായ ആശയ ആദർശങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ഇന്ന് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും സന്ധി ചെയ്തുകൊണ്ട് അവരോടൊപ്പം കഴിയുന്നു. വാസ്തവത്തിൽ അന്ന് ഉയർത്തിപ്പിടിച്ച ആ ഒരു മഹത്തായ ആശയം ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്. വാസ്തവത്തിൽ ശരിയായ കേരള കോൺഗ്രസ്സുകാർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ശരിയായ കേരള കോൺഗ്രസ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ഇപ്പോൾ 2 സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ കേരള കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? തുഷാർ വെള്ളാപ്പള്ളി, യാതൊരു സംശയമില്ല. അവർ വോട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ഞാൻ അവരോടാണ് പറയുന്നത്. ഈ പ്രദേശം, കാരണം ഞാൻ അതുകൊണ്ടാണ് കോട്ടയം നിയോജക മണ്ഡലം ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൂമിയാണ്. ഇതുപോലെ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്നത് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. കാരണം കോട്ടയം ഒരു പിടി മണ്ണല്ല. ഈ കോട്ടയത്ത് ഒട്ടേറെ സാംസ്കാരിക സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഉജ്ജ്വലങ്ങളായ മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് ഈ മണ്ഡലത്തിലല്ലേ? ആ വൈക്കം സത്യാഗ്രഹം നടന്ന ഈ മണ്ഡലത്തിൽ അന്ന് TK മാധവനും മന്നത്ത് പത്മനാഭനുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള മണ്ണാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തന രംഗമായിരുന്നു. ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ഈ മഹാത്മാക്കൾ യാത്ര ചെയ്തിട്ടില്ലേ? അവർക്കൊക്കെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം ആരാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. അത് തോമസ് ചാഴികാടൻ സാക്ഷാത്കരിക്കുമോ? അതോ കേരള കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമോ? ഫ്രാൻസിസ് ജോർജിന് സാധിക്കുമോ? ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യം അതാണ്. ഈ കോട്ടയം മണ്ഡലത്തിനൊരു ദൗത്യമുണ്ട്, ഒരു ദിശാബോധമുണ്ട്, ഒരു ബോധമണ്ഡലമുണ്ട്. ആ ബോധമണ്ഡലത്തിലേക്ക് കടന്നു കയറി വരാൻ നിങ്ങൾക്ക് സാധിക്കും. തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിക്കും. തുഷാർ വെള്ളാപ്പള്ളിക്ക് മാത്രമേ സാധിക്കൂ. NDAക്ക് മാത്രമേ സാധിക്കൂ. കാരണം NDA ഉയർത്തിപ്പിടിക്കുന്നത് സാമൂഹ്യ സമത്വമാണ്. തീർച്ചയായിട്ടും ഈ കോട്ടയത്തിൻ്റെ മണ്ണ് ഇതുപോലുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. ഈ കോട്ടയത്തിലെ ഈ അസംബ്ലി മണ്ഡലങ്ങൾ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടി യാത്ര ചെയ്താൽ എന്നേ ഈ കോട്ടയം ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം പിടിച്ചെടുക്കേണ്ടതായിരുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെയാണ് വാസ്തവത്തിൽ വലിയ മഹാത്മാക്കളുടെ പ്രവർത്തനം കൊണ്ട് ധന്യമായ മണ്ണ്. ഈ കോട്ടയം തിരുനക്കര മൈതാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വലിയ വേദിയാണ്. അത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് കോട്ടയം ഈ മണ്ണിന്, ഈ ഒരു ലോക്സഭാ മണ്ഡലം ഒതുങ്ങുന്ന ഈ 4, 5, 6 അല്ലെങ്കിൽ 7 അസംബ്ലി മണ്ഡലങ്ങളെ ഒഴിവാക്കാനൊക്കില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് NDA എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പോലെയല്ല. കേരള കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി, തകർന്ന കൂടാരമാണ്. ഇന്നവർ നിൽക്കുന്നത് LDFനോട് UDFനോട് ഒത്തൊരുമിച്ച് നിൽക്കുന്നത് അവരുടെ നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. NDAക്ക് വളരെ വിശാലമായൊരു കാഴ്ചപ്പാടാണ്. ഞാൻ കേരള കോൺഗ്രസിൻ്റെ 2 സ്ഥാനാർത്ഥികളോട് ചോദിക്കട്ടെ, നിങ്ങൾ ജയിച്ചാൽ ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കും? സിമ്പിൾ ചോദ്യമാണ്. ആരായിരിക്കും? പറയാമോ? എങ്ങനെ പറയാനാണ്? കാരണം ഇന്ന് NDAക്ക് ബദൽ എന്ന് പറയാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന, വ്യക്തമായ ഒരാശയമില്ലാത്ത, ആദർശമില്ലാത്ത,
പ്രത്യേകമായ ഒരു രാഷ്ട്രീയ നയമില്ലാത്ത, സാമ്പത്തിക നയമില്ലാത്ത, വ്യവസായ വാണിജ്യ വ്യാപാര നയമില്ലാത്ത, വിദ്യാഭ്യാസ നയമില്ലാത്ത അങ്ങനെയുള്ളൊരു കൂട്ടുമുന്നണിയാണ്. ആ കൂട്ടുമുന്നണിയാണോ NDA എതിർക്കാൻ പോകുന്നത്? നിങ്ങൾ രണ്ട് കൂട്ടരും ആ മുന്നണിയിലെ അംഗങ്ങളല്ലേ? ഇന്ത്യ മുന്നണിയെ നിങ്ങൾ തള്ളിപ്പറയുമോ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ രൂപീകരിച്ച് NDAക്കെതിരെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ന് രൂപം കൊണ്ടിരിക്കുന്ന ആ മുന്നണി ഉണ്ടല്ലോ, ആ മുന്നണിയെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? ഇല്ല. ആകെ നിങ്ങൾ തള്ളിപ്പറയുന്ന NDA മാത്രമാണ്. എന്തുകൊണ്ട് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ മുന്നണി, ആ മുന്നണി എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല? കാരണം അതോടൊപ്പമാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? NDAക്ക് വളരെ വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി ആയിരിക്കും എന്ന് വ്യക്തമായി, അസന്നിഗ്ധമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമായി പറയാൻ കഴിയുന്നത് NDAക്ക് മാത്രമാണ്. അവർക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലുമില്ല. ഇനി രണ്ടാമത്, ഈ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിച്ചാൽ, സാങ്കല്പികമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല, ഒരു സാങ്കല്പികമായിട്ട് ഞാൻ പറയുന്നു, ജയിച്ചാൽ നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? നിങ്ങൾ സാമ്പത്തിക രംഗത്ത് എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? നിങ്ങൾ വിദേശ നയം എന്താണ്? നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഒരു പരിപാടിയുമില്ല. അവരുടെ പരിപാടി ഏപ്രിൽ 26 വരെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏപ്രിൽ 26 എന്ന് പറയുന്ന വളരെ താൽക്കാലികമായ, ക്ഷണികമായ, വെറും കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു ഏർപ്പാട്, തെരഞ്ഞെടുപ്പ് മാത്രമാണ്. പക്ഷേ NDA അവരുടെ മുന്നിലുള്ളത് അടുത്ത തലമുറയാണ്, അടുത്ത ഭാവി ഭാരതമാണ്. എന്താണ് NDA ജയിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി? ആ പരിപാടി വളരെ വ്യക്തമാണ്. ഭാരതത്തെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും. വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാക്കും. വ്യക്തമാണ്. NDA നടപ്പിലാക്കാൻ പോകുന്ന കാര്യമൊക്കെ വളരെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 വ്യക്തമാണ്. കാരണം ഭാവി ഭാരതം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്, അടുത്ത തലമുറ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അതുപോലെ ഇവിടുത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പറയാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നൽകുന്ന വോട്ടാണ്. ഞാനും നിങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ വോട്ട് നൽകുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്, അല്ലാതെ കേരളത്തിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ദേശീയ രാഷ്ട്രീയം, ഭാരതം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വോട്ടറുടെ അഭിപ്രായമാണ്. അതാണ് ജനവിധി. ഭാരതം എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ്. ഭാരതത്തെ തീവ്രവാദികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദേശവിരുദ്ധർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇവിടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതികരിക്കുന്നവരാണ് പശ്ചിമ ജർമ്മനി, പ്രതികരിക്കുന്നവരാരാണ് അമേരിക്ക. അപ്പോൾ ഇവരൊക്കെ ആരാണ് ഇവർക്കൊക്കെ ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഇവർക്കൊക്കെ ഉള്ള വിദേശ ബന്ധങ്ങൾ എന്താണ്? ഇവിടെ ഭാരതത്തിൽ ഒരിടത്തും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രകടനങ്ങളുണ്ടായില്ല. തിരുവനന്തപുരത്ത് കുറച്ച് പേര് വന്ന് പ്രകടനം നടത്തി. അത് അവർ തമ്മിലുള്ള സൗഹാർദ്ദം കൊണ്ടാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ അവിടുത്തെ LDF UDF ഒക്കെ പ്രകടനം നടത്തി. പക്ഷെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയും ജാമ്യം കൊടുത്തില്ല, ഹൈക്കോടതിയും ജാമ്യം കൊടുക്കുന്നില്ല. കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ്. കുറ്റകൃത്യത്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഴിമതിയാണ്, വിഷയം അഴിമതിയാണ്. ഇതുപോലെ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭാരതത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് നരേന്ദ്രമോദി. സംശുദ്ധ രാഷ്ട്രീയം. നമുക്കിന്ന് NDA നിലകൊള്ളുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പൊളിറ്റിക്സ്, ഭാവാത്മക രാഷ്ട്രീയം, സർഗാത്മക രാഷ്ട്രീയം, ക്രിയാത്മക രാഷ്ട്രീയം, രചനാത്മക രാഷ്ട്രീയം. അതുകൊണ്ടാണ് 10 വർഷത്തിനിടയിൽ പാർലമെൻറ്റിൽ ഒരാൾ പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് മോഡി സർക്കാരിനെതിരെ ഒരു ചെറിയ അഴിമതി ആരോപണം പോലും ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. ഒരാരോപണം പോലും ഉന്നയിച്ചിട്ടില്ല.
അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെ അഴിമതി ആരോപണമാണ്. അവർക്കൊക്കെ എതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്. ആ അഴിമതി ഒരു കോടിയുടെയും 1 രൂപയുടെയും 10 രൂപയുടെയും 100 രൂപയുടെയും 100 കോടിയുടെയും അല്ല, എത്രയോ ആയിരങ്ങൾ കോടികളുടെ അഴിമതിയാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. NDA നിലകൊള്ളുന്നത് സംശുദ്ധ രാഷ്ട്രീയമാണ്, സുതാര്യമാണ്. തുഷാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഞ്ഞുതുള്ളി. അത് എന്താണ് അർത്ഥം? അത് സുതാര്യമാണ്, ആ സുതാര്യതയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഉയർത്തിപ്പിടിക്കുന്നത് സുതാര്യതയാണ്, സംശുദ്ധ രാഷ്ട്രീയമാണ്, പോസിറ്റീവ് പൊളിറ്റിക്സാണ്. ഇവിടെ പലരും പറയുന്നത് എന്തുകൊണ്ട്, ഈ പലരും പ്രസംഗങ്ങൾ ഞാൻ കേട്ടു, LDFൻ്റെ UDFൻ്റെയും പ്രസംഗം ഞാൻ കേട്ടു. അവർ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ എന്തു വന്നാലും NDA തോൽപ്പിക്കണം, NDA തോൽപ്പിക്കണം. പല നിയോജക മണ്ഡലങ്ങളിൽ പ്രസംഗിച്ച് നടക്കുന്നതാണ്. കേരള കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ K. മുരളീധരൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് NDA ജയിക്കാൻ പാടില്ല, NDA തോക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മത്സരിക്കുന്നത് ആരെങ്കിലും തോൽപ്പിക്കാനാണെങ്കിൽ NDA മത്സരിക്കുന്നത് ജയിക്കാനാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ജയിക്കാനാണ്, ജയിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം മാറി വരുന്ന രാഷ്ട്രീയം അടുത്ത തലമുറയ്ക്കും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കാനാണ്. കാരണം ഈ 10 വർഷത്തിനിടയിലാണ് ഇവിടുത്തെ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയത്. സൗജന്യ റേഷൻ കിട്ടി, സൗജന്യ പാചക ഗ്യാസ് കിട്ടി, സൗജന്യമായി ഇവിടുത്തെ ശൗചാലയങ്ങൾ പണിത് കിട്ടി, സൗജന്യമായി വെള്ളം കിട്ടി. നമുക്കെന്താണ് ഇവിടുത്തെ ആവശ്യം? കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, ചെയ്യാനൊരു തൊഴിൽ, കയറിക്കിടക്കാനൊരിടം, വീട്ടിൽ വൈദ്യുതി, പാചക ഗ്യാസ്. ഇതൊക്കെയല്ലേ ഒരാളുടെ ഒരു പൗരൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം. അതല്ല, അടിസ്ഥാനപരമായ ആവശ്യമല്ലേ. ഇതാരാണ് സാധിച്ചു കൊടുത്തത്? ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥികളോട് ചോദിക്കും. നിങ്ങൾ തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ പാവങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൈക്കൊണ്ട നടപടികളാണോ തെറ്റ്? എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾക്ക് പറയാനൊരു പ്രധാനമന്ത്രിയില്ല, നിങ്ങൾക്ക് ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് പറയാനില്ല, നിങ്ങൾക്ക് ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്നുള്ള ആക്ഷേപം മാത്രമാണുള്ളത്. നിങ്ങൾ ഈ അഴിമതിക്കെതിരായി നടപടി സ്വീകരിച്ചു എന്നുള്ളതാണോ നിങ്ങൾ NDA ചെയ്യുന്ന കുറ്റം? പറയൂ, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് തോൽപ്പിക്കണമെന്ന് പറയുന്നത്? എന്താ കാര്യത്തിൻ്റെ പേരിലാണ്? പാവപ്പെട്ട ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് ഇപ്പോൾ 346 രൂപയായി കൂലി, 346 രൂപ കൂലിയായി, കൂട്ടിക്കൊടുത്തു. കഴിഞ്ഞ വർഷം, 1 വർഷം മുമ്പ് കൂട്ടിക്കൊടുത്തു. അപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കൂട്ടിക്കൊടുത്തതാണോ തെറ്റ്? നിങ്ങൾ ഇത്രയും MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞു കൂലി കൂട്ടിക്കൊടുത്തത് ശരിയായില്ല. കൂലി കൂട്ടിക്കൊടുത്തത് ശരി, അത്ര പോരായിരുന്നു. എന്നാൽ ശരി, കേരള ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടും കൂടെ ഞങ്ങൾ ഈ പാവങ്ങൾക്ക് ഒരു 50 രൂപ കൊടുത്തേക്കാം എന്നെന്താ പറയാത്തത്? എന്നാൽ അത് പറയണ്ട. 346 രൂപയും കൊടുക്കുന്നത്, ഓർക്കണം, 100 ദിവസം തൊഴിൽ ദിനം, 1 വർഷം കിട്ടുന്നത് 34,600 രൂപയാണ് ഒരു തൊഴിലാളിക്ക് കിട്ടുകയാണ്. ഇത് ചെറിയ കാര്യമാണ്. എന്താ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ അരി കൊടുക്കാൻ തയ്യാറില്ല. മോഡി സർക്കാർ ഇവിടെ ഭാരത് അരി കിലോയ്ക്ക് 29 രൂപ വെച്ച് കൊടുക്കാൻ തയ്യാറായപ്പോൾ ആദ്യമായി എതിർത്താരാണ്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. എന്നാൽ നിങ്ങൾക്ക് അരി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഉടനെ പറഞ്ഞു ഞങ്ങൾ അരി കൊടുക്കാൻ പോവാണ്. അവിടെ റെയിലും ഇല്ല, അരിയും ഇല്ല. ഇപ്പോൾ എന്താ പറയുന്നത്? സപ്ലൈക്കോ ഒക്കെ കൂട്ടാറായി, അവിടെ എങ്ങും ഒരു സാധനവും ഇല്ല. നിങ്ങളൊന്ന് ഓർക്കണം, ഈ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ, അതുപോലെ തന്നെ റംസാൻ ഒക്കെയുള്ള വേളകൾ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും വളരെ ഭക്തി, ബഹുമാന, ആദരവോടും അങ്ങേ വിശ്വാസത്തോടും കൂടി കഴിയുന്ന ഈ കാലയളവിൽ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും
ഇവിടുത്തെ സപ്ലൈകോയുടെയും മറ്റ് കേന്ദ്രങ്ങളിൽ കൂടിയും ചന്തകൾ നടത്തി, മാർക്കറ്റുകൾ നടത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഈ വർഷം മുടങ്ങി. ചോദ്യം അതാണ്, എന്തുകൊണ്ട് മുടങ്ങി? ഇവിടെ ഒന്നും പറയാനില്ല. എന്നിട്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചൊരു സാധനം അച്ചടിച്ചിറക്കി. ഇതാണ് നമ്മുടെ മഹാത്മാ മുഖ്യമന്ത്രിയുടെ പടമൊക്കെ വെച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം. ഇതിപ്പോൾ എല്ലാ LDF-കാരും കൂടി നടന്ന് വീട് തോറും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരാ അച്ചടിച്ചത്? അച്ചടിച്ചത് കേരള ഗവൺമെൻറ്. എൻ്റെയും നിങ്ങളുടെയും പണമാണ്. ഈ പച്ച നുണ അടിച്ചിറക്കിയിരിക്കുക. ഈ പച്ച നുണ അടിക്കാൻ എൻ്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ചാണ് ഇത് അച്ചടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എത്ര കോപ്പി അടിച്ചിരിക്കുന്നത്. കോപ്പികൾ 47 ലക്ഷം. 47 ലക്ഷം, അതെ, കോപ്പി അടിച്ചിട്ടുണ്ട്. 47 ലക്ഷം രൂപ കോപ്പി അടിക്കണം. ഒരെണ്ണത്തിന് 10 രൂപയാണ്. എങ്കിലും ആവും ഇതടിക്കണമെങ്കിൽ. കാലത്ത് കളറാണ്. അപ്പോൾ ഒരു 10 രൂപയാണ്. അപ്പോൾ എത്ര രൂപയായി ചേച്ചി? എത്ര രൂപയായി? 47 ലക്ഷം കോപ്പി അച്ചടിക്കാൻ ഒരെണ്ണത്തിന് 10 രൂപ ചെലവഴിച്ചാൽ 4 കോടി രൂപയായി അല്ലേ? ആരുടെ പണമാണ്? എൻ്റെയും നിങ്ങളുടെയും പണമാണ്. ഓരോരുത്തരും ഇവിടെ കൊടുക്കുന്ന പണമാണ്. ഖജനാവിൽ നിന്നെടുത്താണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണ് ഈ നുണ അച്ചടിച്ചിറക്കി. വേറെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് പറയാൻ പറ്റുമോ? നേട്ടം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം 4.5 ലക്ഷം കോടി രൂപ കടമാണ്. 4.5 ലക്ഷം. ഇപ്പം 5 അടുക്കാൻ പോവുകയാണ്. കടം കടം കടം. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ചോദിക്കുകയാണ്, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കടം വേണം, കടം വേണമെന്നാണ് പറയുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഈ കടം മുഴുവൻ വാങ്ങിച്ച് ആര് വീട്ടും? അടുത്ത തലമുറയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. കടമാണ്. ഒരു സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ച് പ്രത്യുൽപാദനപരമായ കർമ്മപരിപാടികളിലൂടെയോ പ്രോജക്റ്റുകളിലൂടെയോ ലാഭമുണ്ടാക്കി ഖജനാവിലേക്ക് വരുമാനം വരുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഖജനാവിൽ ഒന്നുമില്ല. ഖജനാവിലേക്ക് പണം വരണം. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്ന അതാണ്. അവിടെ ഖജനാവിലേക്ക് പണം വരണം. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വിലക്കുറവാണ്, പലവ്യഞ്ജനത്തിന് വിലക്കുറവാണ്, എല്ലാത്തിനും വിലക്കുറവാണ്. കേരളത്തിൽ മാത്രം തീപിടിച്ച വിലയാണ്. കേരളത്തിൽ എങ്ങനെ കഴിയും? എന്നിട്ടോ ഇവിടുത്തെ ഓരോ പൗരൻ്റെയും ഈ കേരളീയൻ്റെയും അവൻ്റെ നിത്യജീവിത ചെലവ് വർദ്ധിപ്പിക്കാൻ ഇവിടെ കുടിവെള്ളത്തിന് ചാർജ് കൂട്ടി, കറണ്ടിന് ചാർജ് കൂട്ടി, എല്ലാത്തിനും അല്പം ഭൂമി വാങ്ങിച്ചു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും ചാർജ് കൂടുതലാണ്. കെട്ടിട നികുതി കൂടി. ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രൊഫഷണൽ ടാക്സ് അതും കൂട്ടി, എല്ലാം കൂട്ടി. എങ്ങനെ ജീവിക്കും? മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച ഈ പെരുന്നുണ പറയാനാണ്. അതിനുവേണ്ടിയാണ് പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു ന്യായമാണ്? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഈ മണ്ഡലം വിട്ടുകൊടുക്കരുത്. LDF-നും UDF-നും വിട്ടുകൊടുക്കരുത്. നാം ജയിച്ച് വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുന്ന ആ നല്ല നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ കുടം എന്ന ചിന്ത മാത്രം, കുടമെന്ന് പറയുന്ന ചിഹ്നത്തെക്കുറിച്ച് മാത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ജയിപ്പിക്കാൻ ഇനിയുള്ള നാളുകളിൽ കഠിനാധ്വാനം ചെയ്യണം. ഓവർ ടൈം വർക്ക് ചെയ്യണം. സാധാരണ വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഓവർ ടൈം. ഈ കാര്യത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങൾ തമ്മിൽ മത്സരിക്കണം. ഞാൻ പറയുന്ന NDA കൺവെൻഷനിൽ നടത്തുമ്പോഴൊക്കെ പറയുന്നതാണ്. മത്സരിക്കണം. നമ്പർ 1, ഒന്നാം സ്ഥാനം, ഏറ്റവും കൂടുതൽ NDAക്ക് വോട്ട് പിടിച്ചു കൊടുക്കുന്ന ചുമതല ഈ മണ്ഡലം, പാലാ അസംബ്ലി മണ്ഡലം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് NDAയുടെ പ്രവർത്തകർ പറയണം. തീരുമാനമെടുക്കണം, പ്രതിജ്ഞ എടുക്കണം. സാധിക്കുമോ? അല്ല, സാധിക്കുമോ? ഉഷാറായിട്ട് വർക്ക് ചെയ്യണം. തുഷാറിന് വേണ്ടി ഉഷാറായി ഉജ്ജ്വലമായ പ്രവർത്തനം നടക്കണം. ഇനി മുതൽ വേറെ ചിന്തകളൊന്നുമില്ല. ഒരു വ്രതധാരികളാണ്. ഇതൊരു വ്രതമാണ്. ഇന്ന് മുതലൊരു വ്രതമാണ്. വീടാന്തരം കയറി ഇറങ്ങി. നമുക്ക് അച്ചടിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള പുസ്തകമൊന്നുമില്ല. ഇത്രയും രൂപ മുടക്കിയൊന്നും കൊടുക്കാൻ പണം നമ്മുടെ ഇല്ല. വേണ്ട. നമുക്ക് കൊടുക്കാനുള്ളത് സൗജന്യ അരി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, പഴക്കം പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ചില സർക്കാർ ജീവനക്കാർ ഈ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്? NGO യൂണിയനാണെന്ന് പറഞ്ഞു. അവർക്ക് ക്ഷാമബത്ത DA കൊടുത്തോ? എത്ര നാളത്തെ കുടിശ്ശികയാണ്? പെൻഷൻകാർ എത്രയോ നാളുകളായിട്ട് കിട്ടുന്നുണ്ടോ?
ഈ കേരളത്തിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ട് നാളെ എത്രയായി? ഞാൻ അധ്യാപകരോടും ജീവനക്കാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ കൊടി വേണേൽ പിടിച്ചോ, വോട്ടിങ് തന്നാൽ മതി. എന്ത് കൊടി വേണേലും പിടിച്ചു, ഏത് നിറമുള്ള കൊടി വേണേലും പിടിച്ചു. പക്ഷേ ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ല. കേന്ദ്രത്തിൽ 4-5% DA കൂട്ടി ശമ്പള പരിഷ്കരണം നടത്തി ഇന്നേ വരെ ആർക്കും പെൻഷൻ കുടിശ്ശികയില്ല. അന്തസ്സോടെയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ഇവിടെ 4 ലക്ഷം കോടി രൂപയുടെ കടമാണ്. എന്തുകൊണ്ടാണ് പൊട്ടിപ്പാളീസായി പോകാത്തത്? 3.5 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടായതുകൊണ്ടാണ് ശ്രീലങ്ക തകർന്നു പോയത്. 3.5 അവിടെ. ഇവിടെ 4.5 കഴിഞ്ഞ് 5-ലേക്ക് അടുക്കുകയാണ്. 5 ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് പോവുകയാണ്. എന്താ പൊട്ടിപ്പോളീസായി പോകാത്തത്? അവിടെ ശക്തനായ ഒരു പ്രധാനമന്ത്രി അങ്ങ് ഡൽഹിയിൽ ഇരിപ്പുണ്ട്. ആ ഒരൊറ്റ ബലത്തിലാണ് കേരളം നിൽക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ധനാര്യ വകുപ്പ് മന്ത്രി നെഞ്ചത്ത് കൈയടിച്ച് അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ കടം തരണേ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിനും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും 18,000 കോടി രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ശക്തനായ ഒരാൾ അവിടെയുണ്ട്. ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുള്ളൊരു രാഷ്ട്രമാണ്. സാമ്പത്തികമായി കെട്ടുറപ്പുണ്ട്. ഇന്ന് ഭാരതം മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. നമുക്കിന്ന് ആവശ്യം കണക്ടിവിറ്റിയാണ്, തമ്മിൽ ബന്ധപ്പെടാനാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സംവിധാനമുള്ള രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു. 65% ജനങ്ങളും ഡിജിറ്റലൈസേഷനിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. എല്ലായിടത്തും 56 വിമാനത്താവളം ഉണ്ടായിരുന്നു, ഇന്ന് 146 വിമാനത്താവളമായി. റെയിൽവേ 3-ാം റെയിൽ ലൈൻ ഇടാൻ പോവുകയാണ്. ഇവിടെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു. റെയിൽവേ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേ 75,000 കോടി രൂപ ഇതിനോടകം ഈ ഇത്രയും നാളുകളാണ് കേരളത്തിന് വേണ്ടി നാഷണൽ ഹൈവേക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷേ 4-5 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച നാഷണൽ ഹൈവേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പൂർത്തിയായി. ഇവിടെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കാരണം ഭൂമി എടുത്തു കൊടുക്കണം. ഒന്നും ചെയ്യുന്നില്ല. മുടിഞ്ഞു പൊക്കോട്ടെ എന്നുള്ളതാണ്. എന്താ ഇത്? നന്നാവാൻ പോലും മടി കാണിക്കുന്ന, രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ലാത്ത, ഈ നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന, കുളം തോണ്ടുന്ന LDF-ഉം UDF-ഉം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമിച്ചൊറ്റക്കെട്ടായിട്ടൊന്നായി നിന്നുകൊണ്ട് ഈ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എത്രമാത്രം ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എത്രമാത്രം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നാലും, എത്രമാത്രം LDF-ൽ നിന്ന് UDF-ൽ നിന്ന് ആക്ഷേപഹാസ്യങ്ങളുണ്ടായാലും, തൻ്റെ ഇടത്തോടുകൂടി നെഞ്ച് നിവർന്നു നിന്നുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ട് കുടം ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്തേ. അടുത്തതായി സ്ഥാനാർത്ഥിക്കുള്ള സ്വീകരണമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പെട്ടെന്ന് തന്നെ നടത്തേണ്ടതാണ്. മുഴുവൻ മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുൻനിരയിലേക്ക് കടന്നു വന്ന് റെഡിയായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയുടെ വലത്തുവശത്തുകൂടി കടന്നു വരിക. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോട്ടയം ജില്ലയുടെ ട്രഷററും പാലാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രഭാരിയുമായ ഡോക്ടർ ശ്രീജിത്തിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മണ്ഡലത്തിന് വേണ്ടി ശ്രീ സുരേഷ് കുമാർ. BJPയുടെ പാലാ നിയോജക മണ്ഡലത്തിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിയെ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മണ്ഡലം പ്രസിഡന്റുമാരും അവരുടെ ജനറൽ സെക്രട്ടറിമാരും, നമ്മുടെ പാലാ നിയോജക മണ്ഡലത്തിലെ 2 പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും കൂടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിക്കുന്നു. സ്വീകരണത്തിന് വേണ്ടി കടന്നു വരേണ്ടവർ പാലാ മണ്ഡലം ഭാരവാഹികൾ ശ്രീ സ്മിത വിനോദ്, ശ്രീ അജി KS, ശ്രീ ഗിരിജ ജയൻ മുണ്ടയ്ക്കൽ, ശ്രീ സിജു CS, ശ്രീ ഹരികുമാർ മുത്തോലി, ശ്രീ പ്രവീൺ നന്ദിനാട്, ഷീബ വിനോദ്, സതീഷ് ജോൺ, രാജേഷ് കുമാർ KV, മനോജ് B തടത്തിൽ, മിനി അനിൽകുമാർ, മണിലാൽ, രാജൻ KK, NK രാജപ്പൻ, മൈക്കിൾ ജോർജ്, ശ്രീ ദീപു മേതിരി, ശ്രീ ജയകുമാർ കരൂർ, ശ്രീ നന്ദകുമാർ പാലക്കുഴ, ശ്രീകുട്ടൻ MO, സുരേഷ് കുമാർ PS, ശ്രീ ഹരികൃഷ്ണൻ,
BDJS വേണ്ടി ശ്രീ ടി ബിനു കുന്നുംപുറത്ത്, ശ്രീ സിബി, ശ്രീ സാജു NV, ശ്രീ സന്തോഷം പറമ്പിൽ, ശ്രീ OC രാജൻ, ശ്രീ രവീന്ദ്രൻ, ശ്രീ മധു മുക്കാലിയിൽ, ശ്രീ KK സജീവ്, ശ്രീ മൈക്കിൾ ജോർജ് ഓടക്കൽ, മനു മോഹൻ എലിക്കുളം, മോഹനൻ തലനാട്, ജോസ് ഇളന്തുരുത്തി, ജയന്തി K നായർ, ജോസഫ് മൈക്കിൾ, ജയശ്രീ സന്തോഷ്, ജയ സന്തോഷ്, അനീഷ് D നായർ, ദീപു എലിക്കുളം, ജയേഷ് പനമറ്റം, സജീവ് KP മീനച്ചിൽ, ബിജു ഭരണങ്ങാനം, സജി KR തലനാട്, ദിലീപ് മൂന്നിലവ്, കമലമ്മ രാഘവൻ, അരുൺദേവ് മേലുകാവ്, സുരേഷ് PK തലപ്പുലം. ജയൻ കരുണാകരൻ, സന്തോഷ് M പാറയിൽ, അരുൺ R നായർ, BDJS ബിന്ദു പ്രദീപ്, മറുപടി പ്രസംഗത്തിനായിട്ട് ആദരണീയനായ സ്ഥാനാർത്ഥിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത് മീനാഭവൻ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുമ്മനം രാജചന്ദ്രൻ, ഇന്ത്യയുടെ ലോക്സഭാ മണ്ഡലം ചെയർമാൻ ശ്രീ ലിജിൻ ലാൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ ഉദ്ഘാടകനുമെല്ലാം ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ NDAക്കെതിരെ ഏറ്റവും കൂടുതൽ ചമച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് വലിയ ജാതി ചിന്ത അല്ലെങ്കിൽ വലിയ ജാതി രാഷ്ട്രീയം കളിക്കുന്നവരാണ് NDAയുടെ നേതാക്കന്മാർ, അല്ലെങ്കിൽ NDA എന്ന് പ്രചരിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷത്തെ എങ്ങനെ ഒതുക്കാൻ കഴിയും എന്ന് കരുതുന്നവരാണ് NDAയുടെ നേതാക്കന്മാർ, NDAയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അവരില്ലാത്ത ഒരുപാട് കഥകൾ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ വളരാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും മുമ്പോട്ട് വച്ചിട്ടുള്ള പ്രധാന മുദ്രാവാക്യം തന്നെ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ വികസനം എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു സർക്കാർ തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും ജാതിയോ മതമോ ചോദിക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരേപോലെ പ്രവർത്തിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പുണ്ടായിട്ടുള്ള ഓരോ മന്ത്രിമാരെയും ഓരോ മന്ത്രിസഭയും നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഓരോ സമുദായങ്ങളെയും പ്രീണനം നടത്തുകയും
അവരുടെ വോട്ട് കിട്ടുവാൻ വേണ്ടി ഏത് തരം താഴ്ന്ന വിധയും ചെയ്തിരുന്നവരാണ് അവരൊക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും ഒരേപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്നത്തെ സർക്കാരിന് കഴിയുകയുണ്ടായി. അതിനു മുമ്പ് നമുക്കറിയാം എത്രയോ ഇവിടെ ടെററിസ്റ്റ് അറ്റാക്കുകൾ, ബോംബെ ഉൾപ്പെടെ, എന്തിന് നമ്മുടെ പാർലമെൻറ്റ് ഉൾപ്പെടെ, ഇന്ന് എല്ലാ ദിവസവും ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും കർണാടകയിൽ ഉൾപ്പെടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എന്നും സാധാരണ പടക്കം പൊട്ടുന്ന പോലെ ബോംബ് പൊട്ടുന്ന ഒരു കാലഘട്ടം ഇന്ത്യക്കുമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ടൂറിസ്റ്റ് പോലും വരുവാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയും ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഒരു ഇന്ത്യക്കാരന് ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവന് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടുകയും ഇന്ത്യയിലേക്ക് വരാൻ ഏത് രാജ്യക്കാരനും താല്പര്യമെടുത്ത് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായി ഇന്ത്യയുടെ വളർച്ചയുടെ കാലഘട്ടം ഉണ്ടാക്കിയെടുത്ത സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവർ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അവർ പലതരത്തിലുള്ള അനാവശ്യ വാർത്തകൾ അല്ലെങ്കിൽ അനാവശ്യ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തിന് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന അവിടെ ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് അത് 2 ട്രൈബുകൾ തമ്മിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിട്ടുള്ള വിഷയമാണ്. അതിന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ എടുക്കേണ്ട നടപടികളെടുത്ത് ആ പ്രശ്നങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തെ മാധ്യമങ്ങൾ മുഴുവൻ അത് വളച്ചൊടിച്ച് എന്തോ വലിയ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പ്രചരിപ്പിക്കുവാൻ ഇവരൊക്കെ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്തു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കഴിഞ്ഞ ഏതാണ്ട് 8-10 വർഷക്കാലം മുമ്പ് വരെ ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് അന്ന് CP രാമസ്വാമി അവരുടെ കാലത്തുണ്ടാക്കിയ റോഡിൻ്റെ സൈഡിൽ അപ്പുറവും ഇപ്പുറവും 1 മീറ്റർ വീതി കൂട്ടുവാനല്ലാതെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ, കേരളത്തിലെ ബസ് സ്റ്റാൻഡുകൾ, കേരളത്തിലെ കളക്ടറേറ്റുകൾ ഉൾപ്പെടെ നമ്മുടെ സെക്രട്ടറി എല്ലാ സ്ഥാപനങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ ഇന്ത്യയിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സഹായ പദ്ധതികൾ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആളുകൾക്ക് ഗ്യാസ് ഉൾപ്പെടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കൈകളിൽ കിട്ടുന്നത്. ഇത് മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ തകർക്കാൻ നോക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും വരാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പറയും 400-ൽ പരം സീറ്റ് കിട്ടിക്കൊണ്ട് NDA സർക്കാർ അധികാരത്തിൽ വരും, ശ്രീ നരേന്ദ്രമോദി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഉറച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിൽ നിന്ന് MP മാരുണ്ടായില്ല എങ്കിൽ പഴയതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്കറിയാം ഈ പറയുന്ന 2 ആളുകൾ മത്സരിച്ച ഒരു തൊട്ടടുത്ത ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ MP മാരായിരുന്നവരാണ്. ഇവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം, അവരുടെ ഭരണം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇനി ഇവിടെ ഭരണം കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ കോട്ടയത്തുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരോടും നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറയേണ്ടത്, ഈ കോട്ടയത്ത് NDAയുടെ MP ഉണ്ടായാൽ ഇവിടുത്തെ റബ്ബർ ഉൾപ്പെടെ, ഇവിടുത്തെ നെൽകൃഷി ഉൾപ്പെടെ, ഇവിടുത്തെ ടൂറിസം ഉൾപ്പെടെയുള്ള സമഗ്ര മേഖലകളിലും ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള ഉറപ്പുകൾ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ, അതിന് ഡിക്ലെയർ ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ ഇത് പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ അമിത്ഭായുമായും നഡ്ഡാജിയും ഒക്കെയായി ഡിസ്കസ് ചെയ്തതാണ്. ഇന്നലെ ഞാൻ പോയി കോട്ടയത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും മുഴുവൻ പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ MP ഉണ്ടായാൽ തീർച്ചയായും കോട്ടയത്തിന് ഉണ്ടായിരിക്കും എന്ന ഉറപ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി വരുന്ന 26-ാം തീയതി കോട്ടയത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ ഇതുവരെ കോട്ടയത്ത് ഒരാൾക്കും പെർഫോം ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ വലിയ കേരളത്തിലെ ഏറ്റവും വികസിത ജില്ലയാക്കി കോട്ടയം മാറ്റുവാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രവർത്തകരും 26-ാം തീയതി വരെ നമ്മുടെ മുഴുവൻ ആളുകളെയും അവിടെ ബൂത്തിലെത്തി എത്തിച്ച് ഗുണമടയാളത്തിൽ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിനായി BDMSൻ്റെ മണ്ഡല സെക്രട്ടറി ബിന്ദു പ്രദീപിനെ ക്ഷണിച്ചോളൂ. അടുത്തതായി നമ്മുടെ NDAയുടെ പാലാ
ഇന്ന് 6:30 മുതൽ ഏതാണ്ട് അരമണിക്കൂർ നേരം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ ബൂത്തിലെ ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. മൻ കി ബാത്ത് പോലെ ഒരു റേഡിയോ പരിപാടിയാണ്. അത് ഏതാണ്ട് തീരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു 5 മിനിറ്റ് നമ്മളെല്ലാവരും കേൾക്കണം എന്നാണ്. അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കണം. ഒരു 5 മിനിറ്റ് മാത്രം ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. 5 മിനിറ്റ് മാത്രം. എല്ലാവരും അത് കേൾക്കണം എന്ന് മാൻഡേറ്ററി ആയിരുന്നു. നമ്മുടെ ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ച് പോയതുകൊണ്ടാണ് നമുക്ക് മാറ്റാൻ പറ്റാതെ വന്നത്. രാജേട്ടനാണെ പ്രത്യേകം ബൂത്തും നിശ്ചയിച്ചതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു 5 മിനിറ്റ് കേൾക്കാം. അതിനുശേഷം NDAയുടെ കമ്മിറ്റി അനൗൺസ് ചെയ്യും. അതോടുകൂടി ഈ പ്രോഗ്രാം പര്യവസാനിക്കുന്നതാണ്. ക്ഷമയോടുകൂടി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഇതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി തുഷാർജി നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടി എന്താണേലും നമ്മളിവിടെ നമ്മുടെ സമയം എല്ലാം മെനക്കെടുത്തി വന്നതാണ്. ആ പരിപാടിയും കൂടെ എല്ലാവരും ക്ഷമയോടുകൂടി പങ്കെടുത്തിട്ട് പോകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോൾ കേൾപ്പിക്കുന്നതാണ്. കയറി പറയണം. ലാഭാർത്ഥികൾ അവർക്കുണ്ടായിട്ടുള്ള ഗുണങ്ങൾ ലാഭാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത ശേഷം വീടുകളിൽ ചെന്ന് ഇരുന്നുകൊണ്ട് ഗരീബ് കല്യാണിൻ്റെ സന്ദേശം നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം. അവിടെയുള്ള ജനങ്ങളോട് വീണ്ടും വീണ്ടും ഈ കാര്യം നമ്മൾ പറയണം. LDFും UDFും കേരളത്തിൽ പരസ്പരം പോരാടുമ്പോൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നു. അതായത് അവരുടെ മത്സരം വെറും തട്ടിപ്പാണ്. അഴിമതിയുടെ കാര്യത്തിൽ അവർ പരസ്പരം പങ്കുപറ്റുന്നവരാണ്. LDFിൻ്റെ അഴിമതി UDF മറച്ചു വയ്ക്കുന്നു, UDFിൻ്റെ അഴിമതി LDF മറച്ചു വയ്ക്കുന്നു. ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. और मैं केरल के सभी कार्यकर्ताओं से आग्रह करूंगा कि हमें NDA के सभी कार्यकर्ताओं की बूथ लेवल पर कोऑर्डिनेशन होना चाहिए, टीम बननी चाहिए, एक टीम के रूप में काम करना चाहिए. और मैं इसके लिए एक अच्छा तरीका बताता हूं. आप लोग बूथ लेवल पे सभी कार्यकर्ताओं का एक दिन आने वाले 4-5 दिन में ही टिफिन बैठक का कार्यक्रम करें. बूथ के सभी कार्यकर्ता घर से टिफिन लेकर के आ जाएं. हो सके तो 3-4 बूथ के लोग आसपास के इकट्ठे होकर के करें. घर से लाया हुआ मिल बैठ करके खाना खाएं और अपने बूथ में राजनीतिक स्थिति क्या है, किस परिवार में कौन जाएगा, किस परिवार से कौन बात करेगा, ये सारा प्लानिंग करना चाहिए. दूसरा, हर कार्यकर्ता की जिम्मे कोई न कोई परिवार की जिम्मेवारी देनी चाहिए कि भाई चलो ये आप 3 कार्यकर्ताओं की टोली है, ये 10 परिवार आप संभालेंगे. तो आने वाले 15-20 दिन उन 10 परिवारों में ही अपना जोर लगाएं, उनसे जुड़े रहे और उनके वोट करवाएं. ये जितना परफेक्ट प्लानिंग करेंगे, मैं समझता हूं कि बूथ जितना आसान हो जाएगा. और आपका मकसद यही होना चाहिए. सभी केरल के कार्यकर्ताओं को मैं कहता हूं, पहला लक्ष्य क्या है? बूथ जीतना. अगर बूथ जीत गए तो लोकसभा कभी हार ही नहीं सकते हैं. ബൂത്ത് ലെവൽ NDA പ്രവർത്തനം കോർഡിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മളൊരു ടീമായി തന്നെ പ്രവർത്തിക്കണം. പരസ്പരം സഹകരിച്ച് ടീം വർക്കും നമ്മൾ നല്ല കൂടുതലായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ബൂത്തിലെ എല്ലാവരും കൂടി പ്രാതൽ ഒരുമിച്ച് കഴിക്കുന്ന ടിഫിൻ മീറ്റിംഗ് അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും നടക്കണം. അതിൽ നമ്മൾ അടുത്തുള്ള 3-4 ബൂത്തുകളിലുള്ളവർ ഒന്നിച്ചിരിക്കാം, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാം. അവിടെ നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആരുടെ വീട്ടിൽ ആര് പോകും, ഓരോ കാര്യകർത്താവിൻ്റെയും വീടുകൾ അവിടെ വെച്ച് വീതിച്ച് നൽകണം. അത് നന്നായി സമ്പർക്കം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. കേരളത്തിലെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ബൂത്ത് ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ബൂത്ത് ജയിച്ചാൽ ഓരോ സീറ്റും നമുക്ക് ജയിക്കാൻ സാധിക്കും. चलिए आगे बढ़ते हैं. अब अगला बूथ प्रेसिडेंट कौन है, बात करने के लिए किसके साथ मौका मिलेगा मुझे? ശരി, നമുക്ക് തുടരാം. അടുത്ത ആരാണ് ബൂത്തിൽ സംസാരിക്കുന്നത്? നമസ്തേ മോഡിജി, ഞാൻ ബാലഗോപാൽ. നമസ്തേ, നമസ്കാരം. നമസ്കാരം. ഞാൻ ബാലഗോപാൽ,
പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ 3-ാം ബൂത്തിന്റെ പ്രസിഡന്റാണ്. എൻ്റെ കൂടെ സ്ഥാനാർത്ഥി ടി കൃഷ്ണകുമാർജിയും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ജി, മറ്റ് പ്രവർത്തകർ എല്ലാവരുമുണ്ട്. बालागोपाल जी, मुझे आपसे बात करने का अवसर मिला। आपके माध्यम से मैं केरल के सभी कार्यकर्ताओं से बात कर रहा हूं और इसलिए हमारी ये बातचीत सिर्फ मुझे ही लाभ करेगी ऐसा नहीं, केरल के सभी कार्यकर्ताओं को भी लाभ करेगी। अच्छा, मैं कुछ चीजें आपसे पूछता हूं और सब चीजें एक साथ ही पूछ लूंगा ताकि टाइम ज्यादा जाए नहीं, और मुझे विश्वास है कि आप सब मुद्दों का अच्छे ढंग से मुझे समझाएंगे। एलडीएफ और यूडीएफ का जो इंडी अलायंस बना है, इसको लेकर क्या बातें हो रही है? इंडी अलायंस का जो करप्शन है, उससे केरल में कितनी नाराजगी है? बीजेपी करप्शन के इस रैकेट को खत्म करेगी, ये भरोसा आप जनता को दे रहे हैं क्या? ബാലഗോപാൽ ജി നമസ്കാരം. ബാലഗോപാൽ ജി, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ കേരളത്തിലെ എല്ലാ പ്രവർത്തകരോടുമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരം എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാലഗോപാൽ ജി, എനിക്ക് ഒരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ LDF-ഉം UDF-ഉം ചേർന്ന് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ഇതിനെപ്പറ്റി എന്താണ് നാട്ടിൽ നടക്കുന്ന ചർച്ച? ഇന്ത്യ സഖ്യം നടത്തുന്ന അഴിമതിയെക്കുറിച്ച് കേരളത്തിൽ എത്രമാത്രം ആളുകൾ സംസാരിക്കുന്നുണ്ട്? അതിനെപ്പറ്റി അവർക്ക് എത്രമാത്രം വെറുപ്പുണ്ട്? അഴിമതിയുടെ ഈ കട പൂട്ടാൻ BJP നടത്തുന്ന പ്രയത്നങ്ങളെപ്പറ്റി ജനങ്ങളോട് നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ടല്ലോ അല്ലേ? മോദി, തമാശയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. ഇപ്പൊ ഞങ്ങള് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ച നടക്കുന്ന വിഷയം, പാലക്കാട് ഇരു മുന്നണികളായിട്ട് LDF, UDF എന്നുള്ള പേരിൽ രണ്ട് പതാകയിലൊക്കെ മത്സരിക്കുന്നത് അത് അഴിമതിയാണ്. ഒന്നാം ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ സ്ഥാനാർത്ഥി ഇത് ഈ സമ്മേളനത്തിന് ശേഷം നടത്തുന്നുണ്ട്. നമ്മുടെ പുഴക്കര മൈതാനം, അതായത് സ്റ്റേഡിയത്തിന് സമീപമുള്ള ആ പാലം കടന്നുള്ള പുതിയ ചാമക്കാല സിൽക്സിൻ്റെ പുറകിലായിട്ടുള്ള ബിൽഡിംഗാണ് നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. ഇവിടുത്തെ സമ്മേളനം കഴിയുമ്പോൾ മുഴുവൻ പ്രവർത്തകരും അങ്ങോട്ട് എത്തിച്ചേരണം. അവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോകാവുള്ളൂ. അതുപോലെ 2 സംഘടനാ മണ്ഡലത്തിലെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ നമ്മുടെ BJPയുടെ പഴയ ഓഫീസിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് ശേഷം എത്തിച്ചേരണം. 2 സംഘടനാ മണ്ഡലത്തിലെയും BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ BJPയുടെ പഴയ ഓഫീസിൽ, നമ്മുടെ RSS കാര്യാലയത്തിന് സമീപമുള്ള ഓഫീസിൽ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് ശേഷം ഉദ്ഘാടനത്തിന് ശേഷം എത്തിച്ചേരണം. നമ്മുടെ NDAയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തുന്നതിനായി പാലാം നിയോജകമണ്ഡലത്തിൻ്റെ പ്രഭാരിയും BJPയുടെ കോട്ടയം ജില്ലാ ട്രഷററുമായ ഡോക്ടർ ശ്രീജിത്ത് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ രഞ്ജിത്ത്, നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ രാജേട്ടൻ, അതേപോലെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി തുഷാർജി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ പേരുകൾ ഇവിടെ വായിക്കുകയാണ്. ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ജില്ലാ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് PJ തോമസ് സാറിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സാറ് ഒരു പരിപാടിയിലേക്ക് ഇവിടുന്ന് പോയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നു സാറ്. അടുത്തതായിട്ട് രക്ഷാധികാരികൾ N. ശങ്കരനാരായണൻ നമ്പൂരി, അദ്ദേഹം നമ്മുടെ ആദ്യകാല പാലാ മണ്ഡലത്തിൻ്റെ പ്രവർത്തകനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാവരും അറിയും, നാരായണൻ നമ്പൂരി സാറിൻ്റെ അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹം. അടുത്തതായിട്ട് അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, പ്രൊഫസർ B. വിജയകുമാർ, അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, സോമശേഖരൻ തച്ചേട്ട്,
NK ശശികുമാർ, MN ഷാജി മുകളേൽ, അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, സുമിത് ജോർജ് ഇവരാണ് രക്ഷാധികാരികളായിട്ട് ഈ NDA ഇലക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ വൈസ് ചെയർമാൻമാരായിട്ട് ജയ രാജു, മഞ്ജു സുരേഷ്, വത്സല ഹരിദാസ്, ശ്രീനിവാസൻ MP, PP നിർമ്മലൻ, മനോജ് തടത്തിൽ, മുഴുവൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ വൈസ് ചെയർമാൻമാരാണ്, പഞ്ചായത്ത് മെമ്പർമാർ. അതേപോലെ പ്രകാശ് മംഗലത്ത് LJPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്, അനീഷ് ഇരട്ടയാനി. ഇവർ നമ്മുടെ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻമാരാണ്. അടുത്തത് ജനറൽ കൺവീനറായിട്ട് നമുക്ക് ആകെ ഭരണമുള്ള പാലാ നിയോജകമണ്ഡലത്തിൽ ഭരണമുള്ള മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രഞ്ജിത്ത് G മീനാഭവൻ. കൺവീനർമാരായിട്ട് നമുക്ക് പാലാ നിയോജകമണ്ഡലം ഇപ്പോൾ BJPയുടെ സംഘടനാ മണ്ഡലം രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. പാലാ മണ്ഡലം അതേപോലെ ഭരണജ്ഞാനം, ഈ രണ്ട് മണ്ഡലത്തിൻ്റെയും മണ്ഡലം പ്രസിഡന്റുമാരാണ് കൺവീനർമാരായിട്ട്. അതോടൊപ്പം തന്നെ BDJSൻ്റെയും ഇവിടുത്തെ SNDP യോഗത്തിൻ്റെയും ചെയർമാനായിട്ടുള്ള BDJSൻ്റെ മണ്ഡലം പ്രസിഡന്റും ചെയർമാനുമായിട്ടുള്ള സുരേഷ് ഇട്ടിക്കുന്നേൽ അവരുകളെ കൺവീനർ, ഈ 3 പേരായിരിക്കും കൺവീനർമാരായിട്ട് ഈ കമ്മിറ്റിയുടെ കൺവീനർമാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോ കൺവീനേഴ്സായിട്ട് അഡ്വക്കേറ്റ് അനീഷ് PR മുരളീധരൻ, സതീഷ് തലപ്പലം, ഷാനു VS, വിനു കുന്നുംപുറം, രവീന്ദ്രൻ KN, ബിഡ്സൺ, സിബി ചിന്നൂസ്, സന്തോഷം, ശിവദാസ് PH. കമ്മിറ്റി അംഗങ്ങളായിട്ട് ഈ നമ്മുടെ ഇലക്ഷൻ NDA പാലാ നിയോജകമണ്ഡലത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായിട്ട് മുഴുവൻ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, അതോടെ BDJSൻ്റെ ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതിൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കും. അതോടൊപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ NDA കമ്മിറ്റിയുടെ ചെയർമാനെയോ അല്ലെങ്കിൽ കൺവീനർമാരെയോ വ്യക്തിപരമായിട്ട് കണ്ട് അറിയിക്കാം. നമുക്ക് ഇനി കൂട്ടിച്ചേർക്കേണ്ട ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഈ കമ്മിറ്റി പാസ്സാക്കുന്നെങ്കിൽ കൈയടിച്ച് എല്ലാവർക്കും ഈ കമ്മിറ്റി പാസ്സാക്കാം. നമ്മുടെ ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി BDJSൻ്റെ പാലാ നിയോജകമണ്ഡലം സെക്രട്ടറി ബിനു കുന്നംപുറത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് യോഗത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ രഞ്ജിത്ത്, നമ്മുടെ ബഹുമാനപ്പെട്ട കുമ്മനം രാജേട്ടന്, അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള NDAയുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഇന്നത്തെ ഈ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ സുധാഷ് വെള്ളാപ്പള്ളി അവർക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാനുള്ള ഏറെയുള്ള ആഹ്ലാദത്തോടെ ഇന്നിവിടെ എത്തി. നമ്മുടെ എല്ലാം പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ, ഈ രാജ്യത്തുള്ള യുവാക്കളുടെ പ്രതീക്ഷ എന്തെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മുടെ യുവാക്കളുടെ ഏറ്റവും പ്രശ്നം നമ്മുടെ രാജ്യം വിട്ടു പോകുന്നു. നമുക്ക് ഇവിടെ തന്നെയുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ കൈപിടിച്ച് നമ്മുടെ എല്ലാം ഒപ്പം കൂട്ടാൻ വേണ്ടി നമ്മളിൽ ഒരാളായി നമ്മുടെ തുഷാർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് നമ്മുടെ യുവാക്കളുടെ ഒന്നാമത്തെ പ്രതീക്ഷ. അതുപോലെ ഇന്നത്തെ കർഷകരുടെ പ്രതീക്ഷ അതുപോലെ തന്നെയാണ്. നമ്മളെല്ലാം കേട്ടു, ഇന്ന് അദ്ദേഹം ഇവിടെ വളരെ വിശദമായി നമ്മുടെ കർഷകരുടെ ആവശ്യങ്ങളും അവിടെ അവർക്ക് നേടിയെടുക്കേണ്ട ഇന്നത്തെ സാഹചര്യവും എന്തെന്ന് അദ്ദേഹം വളരെ വിശദമായി ദീർഘവീക്ഷണത്തോടുകൂടി നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ കേരളത്തെ ജനങ്ങൾ വെറും നല്ല ആകാംക്ഷയോടു കൂടിയാണ് നമ്മളിതെല്ലാം ഈ വാക്കുകൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ എല്ലാം ഈ പാവപ്പെട്ട ജനങ്ങളുടെയും സാധാരണക്കാരുടെയും അമ്മമാരുടെയും എല്ലാം കണ്ണീരൊപ്പാൻ വേണ്ടി എല്ലാ പ്രതീക്ഷകളെയും കൈപിടിച്ചു നിർത്തുന്ന ഒരു നേതാവായി നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ഈ തുഷാർജി നമ്മുടെ ഈ ഏപ്രിൽ 26-ാം തീയതി നമുക്ക് അദ്ദേഹത്തെ ജയിപ്പിച്ച് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയായി, ഒരു MP ആയി നമ്മുടെ ഈ കോട്ടയത്തിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി നമ്മളെല്ലാവരും കൈമായും പിറന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടെല്ലാവരും വളരെ വിനയാതീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ യോഗത്തിനെ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീ രഞ്ജിത്ത് മീനാഭവന് ഈ യോഗത്തിൻ്റെ പേരിലും NDAയുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നു. അടുത്തതായി ശ്രീ കുമ്മനം രാജേട്ടൻ നമ്മോട് വളരെ വിശദമായി ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തിനും ഈ യോഗത്തിനും NDAയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ തുഷാർജിക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
അതുപോലെ നമ്മുടെ ഈ യോഗത്തിൽ ഇന്ന് എൻ ഡി എയുടെ യോഗത്തിൽ ഇരിക്കുന്ന എല്ലാ എൻ ഡി എയുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരിക്കുകയും അദ്ദേഹത്തിന് കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൽ നിന്ന് പങ്കെടുത്ത എല്ലാവരെയും, എല്ലാ പ്രവർത്തകരെയും, പഞ്ചായത്തിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തനം സ്നേഹം നിറഞ്ഞ എല്ലാ പ്രവർത്തകരെയും മീഡിയക്കാരെയും എല്ലാ അംഗങ്ങളെയും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് തുഷാർജി. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും പുഴക്കര മൈതാനത്തുള്ള നമ്മുടെ എൻ ഡി എയുടെ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.